ഹായ് മക്കളെ, ബയോമോളിക്യൂൾസ് എന്ന ചാപ്റ്ററിൽ നിർബന്ധമായും പഠിച്ചു വെക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ നോക്കിക്കാണുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ക്ലാസിഫൈ ദി ഫോളോയിങ് ഇൻ ടു മോണോസാക്കറൈഡ്, ഡൈസാക്കറൈഡ് രണ്ടായിട്ട് തരംതിരിക്കുക. പൊന്നു മോനെ, ഈ 4 അല്ലേ ഇപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളൂ. ഏത് ചോദിച്ചാലും എഴുതാൻ നീ അറിയില്ലെങ്കിൽ എഴുതി വെച്ചോട്ടോ. പഠിക്കാനുള്ള മോണോസാക്കറൈഡുകളുടെ പേര് ജസ്റ്റ് ഞാനിങ്ങനെ പറയുള്ളൂ, നീ വേണമെങ്കിൽ എഴുതിക്കോ. മോണോസാക്കറൈഡിൽ പഠിക്കാനുള്ളത് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, റൈബോസ്. ഓർത്ത് വെച്ചോളണേ. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, റൈബോസ്, ഗ്ലിസറാൽഡിഹൈഡ്. ഇതുകൂടി ഒന്ന് ഓർത്ത് വെച്ചു. 4 ആയല്ലോ. ഡൈസാക്കറൈഡിൽ പഠിക്കാനുള്ളത് 3. പേരുകൾ ഓർത്താൽ മതി. ഒന്ന് മാൾട്ടോസ്, മറ്റൊന്ന് സൂക്രോസ്, ലാസ്റ്റ് വൺ ലാക്ടോസ്. ഇനി പറയില്ല. നെക്സ്റ്റ് പോളിസാക്കറൈഡ് ആണ്. 3 ആളുകൾ പഠിച്ചു വെച്ചോളണേ. വീഡിയോ പോസ് ചെയ്ത് ആവശ്യക്കാരെ എഴുതി വെച്ചോ. ഒന്ന് സ്റ്റാർച്ച്, മറ്റൊന്ന് ഗ്ലൈക്കോജൻ, മറ്റൊന്ന് സെല്ലുലോസ്. പഠിച്ചു. ഇനി പറ, റൈബോസ് ഞാൻ എന്താ പറഞ്ഞേ? മോണോസാക്കറൈഡ് ആണ്. ഫ്രക്ടോസ് മോണോസാക്കറൈഡ് ആണ്. മാൾട്ടോസ് ഡൈസാക്കറൈഡ് ആണ്. സൂക്രോസും ഡൈസാക്കറൈഡ് ആണ്. പഠിച്ചില്ലേ? ക്ലാസിഫൈ ചെയ്തു. പഠിക്കാൻ അത്ര പേരേ ഓർക്കാനുള്ളൂ, അത്ര പേര് ഓർത്ത് വെച്ചേക്ക്. വാട്ട് ഈസ് ആനിമൽ സ്റ്റാർച്ച്? ആനിമൽ സ്റ്റാർച്ച് എന്ന ഓമന പേരിൽ അറിയപ്പെടുന്നവൻ ആരാണ്? പഠിച്ചു വെച്ചോളണേ. അവൻ്റെ പേരാണ് ആര്? ഗ്ലൈക്കോജൻ. ഗ്ലൈക്കോജൻ എന്ന് പറയുന്നവനാണ് ആനിമൽ സ്റ്റാർച്ച് എന്ന പേരിൽ അറിയപ്പെടുന്നത്. നെയിം ദി 2 ഹോർമോൺസ് വിച്ച് വർക്ക് ടുഗദർ ടു റെഗുലേറ്റ് ദി ഗ്ലൂക്കോസ് ലെവൽ ഇൻ ദി ബോഡി. ശരീരത്തിലെ ഗ്ലൂക്കോസിൻ്റെ ലെവൽ കൂടാതെയും കുറയാതെയും മെയിൻറ്റെയിൻ ചെയ്യുന്ന 2 ഹോർമോണുകളുടെ പേര് പറയാൻ. എടാ, ഒരു ഹോർമോണിൻ്റെ പേരാണ് ഏത്? നിങ്ങൾക്കറിയാം, ബ്ലഡിൻ്റെ ലെവൽ കൂടിക്കഴിഞ്ഞാൽ, ബ്ലഡിൻ്റെ ലെവലല്ല, ഷുഗറിൻ്റെ ലെവൽ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ഇൻസുലിൻ കുത്തിവെക്കാറുണ്ട്. അപ്പോൾ ഇൻസുലിൻ എന്ന് പറയുന്നവൻ ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ ലെവൽ റെഗുലേറ്റ് ചെയ്യുന്ന ഒരാളാണ് ഇൻസുലിൻ. നെക്സ്റ്റ് വൺ ആരാണ്? ഗ്ലൂക്കഗോൺ. കേട്ടിട്ടുണ്ടാവും ഗ്ലൂക്കഗോൺ. പഠിച്ചിട്ടില്ലടാ? ഗ്ലൂക്കഗോണും ഇൻസുലിനും ബ്ലഡിൽ ഷുഗറിൻ്റെ ലെവൽ കൂടാതെയും കുറയാതെയും മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകളാണ്. എക്സ്പ്ലെയിൻ ദി ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രോട്ടീൻസ് ബേസ്ഡ് ഓൺ ദെയർ മോളിക്കുലർ ഷേപ്പ്. പ്രോട്ടീനിൻ്റെ ഷേപ്പിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ 2 തരംതിരിക്കുന്നുണ്ട്. അവൻ്റെ പേരാണ് ഒന്ന് ഗ്ലോബുലാർ പ്രോട്ടീൻ, മറ്റൊന്ന് ഫൈബ്രസ് പ്രോട്ടീൻ. ഇതാ പഠിച്ചു വെച്ചോ. 3 മാർക്കിനാണടാ ഈ ക്വസ്റ്റ്യൻ. 3 മാർക്കിന്. അപ്പോൾ നിർബന്ധമായിട്ടും അവർക്കിടയിലുള്ള ഒരു 3 ഡിഫറൻസ് നമുക്ക് പഠിക്കണമല്ലോ. ആദ്യം ഫൈബ്രസ് പ്രോട്ടീൻ പഠിച്ചോ. ദേ ഹാവ് ലോങ് നാരോ ഫൈബർ ലൈക്ക് സ്ട്രക്ചർ. ഫൈബ്രസ് എന്ന വാക്കിലുണ്ടല്ലോ, ഫൈബ്രസ് ലൈക്ക് സ്ട്രക്ചറാണ്. പക്ഷേ ഗ്ലോബുലാർ പ്രോട്ടീൻ ആണെങ്കിലോ സ്ഫെറിക്കലാണ്. ഷേപ്പ് എന്താണടാ? സ്ഫെറിക്കലാണ്. ഇത് ഫൈബ്രസ് ലൈക്കാണ്. ഓർത്ത് വെച്ചോളണം. ഓരോ ലൈനിലെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ വാക്കുകളെ ഞാൻ അണ്ടർലൈൻ ചെയ്യുന്നുണ്ട്. ദേ ആർ ജനറലി ഇൻസൊല്യൂബിൾ ഇൻ വാട്ടർ. ആര്? ഫൈബ്രസ് ആണെങ്കിൽ. ഗ്ലോബുലാർ ആണെങ്കിലോ സൊല്യൂബിൾ ഇൻ വാട്ടർ. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അടുത്തത് ഫൈബ്രസ് പ്രോട്ടീൻ ലെസ് സെൻസിറ്റീവ് ടു ചേഞ്ച് ഇൻ pH, ടെമ്പറേച്ചർ എക്സെട്ര. pH ചേഞ്ച് ചെയ്താലും ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്താലും ഒക്കെ ഫൈബ്രസ് പ്രോട്ടീനിന് വലിയ കാര്യമൊന്നുമില്ല, വലിയ കുഴപ്പമൊന്നുമില്ല. ലെസ് സെൻസിറ്റീവാണ്. പക്ഷേ ഗ്ലോബുലാർ പ്രോട്ടീൻ അതിനെല്ലാം മോർ സെൻസിറ്റീവാണ്. എന്ന് പറഞ്ഞാൽ ഈ വക ചേഞ്ചുകളെല്ലാം ഗ്ലോബുലാർ പ്രോട്ടീനിനെ വല്ലാതെ ബാധിക്കും, വല്ലാതെ അഫക്റ്റ് ചെയ്യും. അടുത്തത് എക്സാമ്പിളാണ് കെരാറ്റിൻ, മയോസിൻ എക്സെട്ര. കെരാറ്റിൻ എന്ന് പറഞ്ഞാൽ ഹെയറിലുള്ള പ്രോട്ടീനാണ്. മയോസിൻ എന്ന് പറഞ്ഞാൽ മസിലിലുള്ള പ്രോട്ടീനാണ്. ഇതൊന്നും വെള്ളത്തിൽ ലയിക്കില്ലല്ലോ, നമുക്കറിയാവുന്ന കാര്യമാണ്. ഒരു പോയിന്റ് എൻ്റെ വക നിങ്ങളൊന്ന് പഠിച്ചു വെച്ചോളണം. ഇനിയിപ്പോൾ ഈ ലെസ് സെൻസിറ്റീവ്, മോർ സെൻസിറ്റീവ് എന്നൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ടാവില്ലായിരിക്കും. അതിനെക്കുറിച്ചൊന്നും അറിഞ്ഞിട്ടില്ലാത്തൊരു കുട്ടി വേണമെങ്കിൽ ഇത് എഴുതി വെച്ചോ. ഫൈബ്രസ് പ്രോട്ടീൻ ബയോളജിക്കലി ഇനാക്റ്റീവാണ്. ബയോളജിക്കലി ആക്ടിവിറ്റി ഇല്ലാത്തവനാണ്. മുടിക്കൊക്കെ ബയോളജിക്കൽ എന്ത് ആക്ടിവിറ്റിയാണ് അവിടെ ഉള്ളത്? ഗ്ലോബുലാർ പ്രോട്ടീൻ ബയോളജിക്കലി ആക്റ്റീവാണ്. അയാൾക്കൊരു ബയോളജിക്കൽ ഫങ്ഷൻ ചെയ്യാനുണ്ടാകും. അപ്പോൾ ഗ്ലോബുലാർ പ്രോട്ടീൻസ് ആർ ബയോളജിക്കലി ആക്റ്റീവ്, ബട്ട് ഫൈബ്രസ് പ്രോട്ടീൻസ് ആർ ബയോളജിക്കലി ഇനാക്റ്റീവ് എന്നൊരു വാക്കുകൂടി ഇതിൻ്റെ കൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നിങ്ങൾ പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും. ഗ്ലോബുലാർ പ്രോട്ടീന് 2 എക്സാമ്പിളിൽ ഒന്നാണ് ഇൻസുലിൻ. നേരത്തെ ഞാൻ പറഞ്ഞു ഇൻസുലിൻ ഹോർമോണാണ്, അയാൾക്കൊരു ബയോളജിക്കൽ ഫങ്ഷൻ ഉണ്ട്. ആൽബുമിൻ, കോഴിമുട്ടയുടെ ഉള്ളിലുള്ള വെള്ള പുഴുങ്ങുന്നതിന് മുമ്പ് ആ വെള്ളയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൽബുമിൻ. പഠിച്ചല്ലോ കുഞ്ഞെ. നെക്സ്റ്റ്, വാട്ട് ഈസ് മീൻ ബൈ ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ? ഡീനാച്ചുറേഷൻ എന്ന വാക്കിന് അർത്ഥം എന്താ അറിയോ? നശിപ്പിക്കുക എന്നാ. ഒരു പ്രോട്ടീനിനെ എങ്ങനെ നശിപ്പിക്കുക? എന്താണ് ഒരു പ്രോട്ടീനിനെ നശിപ്പിക്കുക എന്നതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്തേലും ഉദ്ദേശിക്കാൻ പാടില്ലല്ലോ. പ്രോട്ടീനിനെ നശിപ്പിക്കുക എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിക്കണമെന്ന് അറിയോ? പ്രോട്ടീൻ ഗ്ലോബുലാർ ആയിട്ടുള്ള പ്രോട്ടീൻ ഫൈബ്രസ് പ്രോട്ടീനായി മാറുന്ന പരിപാടിയാണ് ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ. തൊട്ടുമുമ്പത്തെ സ്ലൈഡിൽ നമ്മൾ പറഞ്ഞു ഗ്ലോബുലാർ പ്രോട്ടീൻ ബയോളജിക്കലി ആക്റ്റീവ് ആണെന്ന്, ഫൈബ്രസ് പ്രോട്ടീൻ ബയോളജിക്കലി ഇനാക്റ്റീവ് ആണെന്ന്. ഈ ഗ്ലോബുലാർ പ്രോട്ടീനിനെ ഫൈബ്രസ് പ്രോട്ടീനാക്കി മാറ്റുന്ന പ്രോസസ്സിനെ ഞങ്ങൾ സയൻറ്റിസ്റ്റുകൾ വിളിക്കുന്ന പേരാണ് ഡീനാച്ചുറേഷൻ. ഈ ഡീനാച്ചുറേഷൻ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഒന്നിരിക്കൽ എന്തെങ്കിലും ഫിസിക്കൽ ചേഞ്ചുകൾ കൊടുത്താൽ മതി. സപ്പോസ് ഹീറ്റ് കൊടുക്കാം,
അല്ലെങ്കിൽ എന്തെങ്കിലും കെമിക്കൽ ചേഞ്ച് കൊടുത്താൽ മതി. സപ്പോസ് pH ചേഞ്ച് ചെയ്യാം. അപ്പോൾ pH ചേഞ്ച് ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നതിലൂടെ ഒരു ഗ്ലോബുലാർ പ്രോട്ടീനിനെ ഫൈബ്രസ് പ്രോട്ടീനാക്കി മാറ്റുന്ന ഇടപാടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ. അപ്പോൾ ഡ്യൂറിങ് ഡീനാച്ചുറേഷൻ ഒരു പ്രോട്ടീനിന് അയാളുടെ ബയോളജിക്കൽ ആക്ടിവിറ്റി എന്ത് ചെയ്യുന്നു? നശിച്ചു പോകുന്നു. കാരണം ബയോളജിക്കലി ആക്റ്റീവ് ആയിരുന്ന ആൾ ബയോളജിക്കലി ഇനാക്റ്റീവ് ആയിട്ട് മാറുകയാണ്. ഇനി അതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. വെൻ എ പ്രോട്ടീൻ ഈസ് സബ്ജക്റ്റഡ് ടു എ ഫിസിക്കൽ ചേഞ്ച് ലൈക്ക് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, നേരത്തെ ഞാൻ പറഞ്ഞ സാധനം, ഓർ എ കെമിക്കൽ ചേഞ്ച്, എന്തെങ്കിലും ഒരു ചേഞ്ച്, ഫിസിക്കലോ കെമിക്കലോ ആയിട്ടുള്ള ചേഞ്ച്, അതിനെന്ത് സംഭവിക്കുന്നു? ഇറ്റ് ലോസസ് ദി ബയോളജിക്കൽ ആക്ടിവിറ്റി. ആ പ്രോട്ടീനിന് അയാളുടെ ബയോളജിക്കൽ ആക്ടിവിറ്റി നശിച്ചു പോകുന്നു. ദിസ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ദിസ് ഫിനോമിനൺ ഈസ് കോൾഡ് എന്ത്? ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ. പഠിച്ചല്ലോ. എക്സാമ്പിൾ, കൊയാഗുലേഷൻ ഓഫ് എഗ് വൈറ്റ്. കൊയാഗുലേഷൻ ഓഫ് എഗ് വൈറ്റ് ഏത്? മുട്ടയുടെ വെള്ള. കോഴിമുട്ട പുഴുങ്ങിക്കഴിഞ്ഞാൽ ആ വെള്ള ഭാഗം സോളിഡിഫിക്കേഷൻ നടക്കില്ലേ? അത് ലിക്വിഡായിരുന്ന ആൾ സോളിഡായിട്ട് മാറില്ലേ? അവിടെ സംഭവിച്ചത് എന്താ? ഒരു ഗ്ലോബുലാർ ആയിട്ടുള്ള പ്രോട്ടീൻ, ഫൈബ്രസ് ആയിട്ടുള്ള പ്രോട്ടീൻ ആയിട്ട് മാറുകയാണ്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ബയോളജിക്കൽ ആക്ടിവിറ്റി നഷ്ടപ്പെട്ടു എന്നുള്ളത് ആലോചിച്ചാൽ മനസ്സിലാകും. പുഴുങ്ങിയ മുട്ട വിരിയോ? വിരിയില്ലല്ലോ. അപ്പോൾ അതിനർത്ഥം എന്താ? അയാളുടെ ബയോളജിക്കൽ ആക്ടിവിറ്റി നഷ്ടപ്പെട്ടു എന്നാണ്. എന്ന പോലെ മറ്റൊരാളാണ് കേഡ്ലിംഗ് ഓഫ് മിൽക്ക്, പാല് തൈരായി മാറുന്ന ഇടപാട് ഒരു കൊയാഗുലേഷന് എക്സാമ്പിളാണ്. മനസ്സിലായല്ലോ. നെക്സ്റ്റ്, വൈറ്റമിൻസിനെ കുറിച്ചാണ് പറയുന്നത്. കുറച്ച് വൈറ്റമിൻസും അതിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസും നിർബന്ധമായും നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. ഡെഫിഷ്യൻസി ഓഫ് വിച്ച് വൈറ്റമിൻ കോസസ് നൈറ്റ് ബ്ലൈൻഡ്നെസ്. അതിനു മുമ്പ് ഞാനിതാ കുറച്ച് വൈറ്റമിൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാണ്. ഞാനിതാ ഇങ്ങനെ നിൽക്കാം. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ആവശ്യം വരും, പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ആൻസർ എഴുതിക്കൊള്ളണം. പരീക്ഷ ഭയങ്കര സിമ്പിളാണേ, അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ബേജാറാവണ്ട. പരീക്ഷ ഭയങ്കര സിമ്പിളാണ്. ഈ വർഷത്തെ പരീക്ഷ ഭയങ്കര സിമ്പിളാണ്. എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. ഇതാ കേട്ടോ, വൈറ്റമിൻ എ ഡെഫിഷ്യൻസി നൈറ്റ് ബ്ലൈൻഡ്നെസ്, രാത്രി കണ്ണ് കാണാതിരിക്കുക, വലിയ കുഴപ്പമൊന്നുമില്ല. വൈറ്റമിൻ B1 ബെറിബറി. എന്താണ് സാർ ബെറിബറി എന്ന് ചിന്തിക്കാനുള്ള സമയമല്ലല്ലോ, ഇത് സക്രാത്തിന്റെ ഹാലിലാണല്ലോ, വിട്ടേക്ക്. വൈറ്റമിൻ B6 പഠിച്ചു വെക്കുക, കൺവൾഷൻസ്. വൈറ്റമിൻ B12 മരിച്ചാലും മറക്കരുത്, പെർനീഷ്യസ് അനീമിയ. വൈറ്റമിൻ C സ്കേവി എന്ന് പറഞ്ഞാൽ ബ്ലീഡിംഗ് ഗം എന്നാണ് പറയുക. വൈറ്റമിൻ D റിക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ അഡൾട്ട്സിൽ എല്ലിന് ബലം കുറയുന്ന പരിപാടിയാണ് റിക്കറ്റ്സ്. വൈറ്റമിൻ K ഇൻക്രീസ്ഡ് ബ്ലഡ് ക്ലോട്ടിംഗ് ടൈം, രക്തം പോയിക്കൊണ്ടേയിരിക്കും, ബ്ലഡ് ക്ലോട്ട് ആവില്ല. അപ്പോൾ ഇത്രയും വൈറ്റമിൻസും അതിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസും കുത്തിയിരുന്ന് പഠിക്കാൻ നിനക്ക് 3 മിനിറ്റ് സമയം മതിയാകും. അത് പഠിച്ചിട്ടില്ലാത്തതിൻ്റെ പേരിൽ ഖേദിക്കാൻ നിൽക്കണ്ട, ഇപ്പം അങ്ങോട്ട് പഠിച്ചോ. ഇനി ക്വസ്റ്റ്യൻ ആൻസർ പറ. ഡെഫിഷ്യൻസ് ഓഫ് വിച്ച് വൈറ്റമിൻ കോസസ് നൈറ്റ് ബ്ലൈൻഡ്നെസ്. നൈറ്റ് ബ്ലൈൻഡ്നെസ്സിന് കാരണക്കാരനാകുന്നത് ഏതാണ്? വൈറ്റമിൻ എ. ഞാൻ നേരത്തെ ആൻസർ എഴുതിയിട്ടുണ്ട്, കാണിച്ചു തന്നിട്ടുണ്ട്. വിച്ച് വൈറ്റമിൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ ബ്ലഡ് ക്ലോട്ടിംഗ്. ബ്ലഡ് ക്ലോട്ടിങ്ങിന് റെസ്പോൺസിബിൾ ആയ വൈറ്റമിൻ ആരാണ്? വൈറ്റമിൻ കെ. അതുകൊണ്ടല്ലേ വൈറ്റമിൻ കെയുടെ ഡെഫിഷ്യൻസി, വൈറ്റമിൻ കെയുടെ കുറവ് ബ്ലഡ് ക്ലോട്ടിംഗ് ടൈം കൂട്ടുന്നത്. നെക്സ്റ്റ്, നെയിം എ ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻ. കുഞ്ഞെ, ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻസ് ആരൊക്കെയാണ് എന്ന് പഠിക്കാനുള്ള ലൈഫിലെ അവസാനത്തെ അവസരമാണ്. ADEK, മരിച്ചാലും ശരി മറക്കരുത്. പരലോകത്ത് വെച്ച് ഞാനിത് ചോദിക്കും. ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻസ് ആരൊക്കെയാണ്? പറഞ്ഞിട്ടില്ലേ തട്ടിയിടും. ഏതാണ് പറ? ADEK. അടക്ക് ഓർക്കുക. വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ കെ, അടക്ക്. ഈ അടക്കാണ് ഫാറ്റ് സൊല്യൂബിൾ, വാട്ടർ സൊല്യൂബിൾ അല്ല, ഫാറ്റ് സൊല്യൂബിൾ. അപ്പോൾ ആരാ വാട്ടർ സൊല്യൂബിൾ? ബാക്കിയുള്ള 2 ആരാ? ബിയും സിയും മാത്രമേ ബാക്കിയുള്ളൂ. BC എന്ന് പറയുന്ന 2 വൈറ്റമിൻസ് ആണ് എന്ത്? വാട്ടർ സൊല്യൂബിൾ. ബാക്കിയുള്ള 4 ഫാറ്റ് സൊല്യൂബിൾ ആണ്. സജസ്റ്റ് എ ഡിസീസ് കോസ്ഡ് ബൈ ഇറ്റ്സ് ഡെഫിഷ്യൻസി. A ഉണ്ട്, D ഉണ്ട്, E ഉണ്ട്, K ഉണ്ട്. ഏതെങ്കിലും ഒന്ന് എക്സാമ്പിൾ എഴുതാനാണ് പറഞ്ഞത്. അതിലേതെങ്കിലും ഒന്നിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസും. വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി ഡിസീസ് ഏതാ? ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക്, നൈറ്റ് ബ്ലൈൻഡ്നെസ്. വൈറ്റമിൻ ഡി റിക്കറ്റ്സ്, വൈറ്റമിൻ കെ ഇൻക്രീസ്ഡ് ബ്ലഡ് ക്ലോട്ടിംഗ് ടൈം ഒക്കെ പറഞ്ഞല്ലോ. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ഓർത്ത് വെക്കണേ, ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻസ് ആരാണ്? അഡക്കാണ്. വൈറ്റമിൻ സി ഈസ് എ വൈറ്റമിൻ ഫൗണ്ട് ഇൻ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ഇറ്റ് കനോട്ട് ബി സ്റ്റോർഡ് ഇൻ അവർ ബോഡി. ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും ഒക്കെ ഉള്ള വൈറ്റമിൻ സി നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്തേക്കാൻ പറ്റില്ല. വൈ? എന്തുകൊണ്ടാണ് കാര്യം? വൈറ്റമിൻ സി ഒരു വാട്ടർ സൊല്യൂബിളാണ്. എന്താണടാ വൈറ്റമിൻ സി? ആരാണ്? വൈറ്റമിൻ സി ഒരു വാട്ടർ സൊല്യൂബിളാണ്. ഈ വാട്ടർ സൊല്യൂബിൾ ആയിട്ടുള്ള വൈറ്റമിൻസിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇറ്റ് വിൽ ബി എക്സ്ക്രീറ്റഡ് ത്രൂ യൂറിൻ. യൂറിനിലൂടെ പുറത്തു പോകും. അപ്പോൾ യൂറിൻ വാട്ടർ ആണല്ലോ, മീഡിയം വാട്ടർ ആണല്ലോ, അല്ലേടാ? യൂറിൻ എന്ന് പറഞ്ഞാൽ ഫാറ്റ് അല്ലല്ലോ, വാട്ടർ ആണല്ലോ. അപ്പോൾ ആ വാട്ടർ സൊല്യൂബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് എല്ലാം യൂറിൻ്റെ കൂടെ പുറത്തേക്ക് പോകും.
അപ്പോൾ യൂറിൻ്റെ കൂടെ പുറത്തേക്ക് പോകുന്നത് കൊണ്ട് ശരീരത്തിൽ അത് സ്റ്റോർ ചെയ്യാൻ പ്രയാസമാണ്. ഓർത്ത് വെച്ചല്ലോ, അതുകൊണ്ടാണ് വൈറ്റമിൻ സി സ്റ്റോർ ചെയ്യാൻ പറ്റാത്തത്. വിച്ച് അമിംഗ് ദി ഗിവൺ വൈറ്റമിൻ ഇസ് വാട്ടർ സൊല്യൂബിൾ? സിമ്പിൾ പരിപാടി, ADEK എന്നതല്ലേ ഫാറ്റ് സൊല്യൂബിൾ. അതിൽ പെടാത്തത് ഏത്? ബി മാത്രം. നെക്സ്റ്റ്, റൈറ്റ് 3 ഡിഫറൻസ് ബിറ്റ്വീൻ DNA ആൻഡ് RNA. DNA-യും RNA-യും തമ്മിലുള്ള 3 ഡിഫറൻസ് പറയാൻ പറഞ്ഞാൽ ഒന്നാമത്തെ ഡിഫറൻസ് അതിൻ്റെ ഫുൾ നെയിം തന്നെയാണ്. DNA-യുടെ ഫുൾ ഫോം എന്താടാ? ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. RNA-യോ റൈബോ ന്യൂക്ലിക് ആസിഡ്. വന്നല്ലോ വനമല, 3 എണ്ണം ചോദിച്ചു, 4 എണ്ണം കൊടുത്തു. പഠിച്ചില്ലേ? ഇതാ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡും റൈബോ ന്യൂക്ലിക് ആസിഡും. DNA ഡബിൾ സ്ട്രാൻഡഡ് ആണ്. 2 സ്ട്രാൻഡ് ഉണ്ട്, അറിയാവുന്ന കാര്യമാണ്. RNA സിംഗിൾ സ്ട്രാൻഡഡ് ആണ്. ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡിലെ ഷുഗർ ഏതാണ് എന്ന് പിന്നെ വേറെ ചോദിക്കാൻ പാടില്ലല്ലോ. ഡിയോക്സി റൈബോസ് ആണ്. അപ്പോൾ റൈബോ ന്യൂക്ലിക് ആസിഡിലോ റൈബോസ് ആണ്. പഠിച്ചല്ലോ. നെക്സ്റ്റ്, DNA-യിലെ നൈട്രോജിനസ് ബേസുകൾ ആരൊക്കെയാണ്? നൈട്രോജിനസ് ബേസ് നൈട്രജൻ കണ്ടെയ്നിങ് ബേസുകൾ ആരൊക്കെയാണ്? അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. പഠിച്ചില്ലേ? RNA-യിലാണെങ്കിലോ അഡിനിൻ, യുറാസിൽ, ഗ്വാനിൻ, സൈറ്റോസിൻ. അപ്പോൾ ഒരാളിൽ ഡിഫറൻസ് ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചു, നിങ്ങൾക്കതറിയാം. ഇവിടെ യുറാസിലുണ്ട്, തൈമിനില്ല. ഇവിടെ തൈമിനുണ്ട്, യുറാസിലില്ല. ദാറ്റ് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ DNA ആൻഡ് RNA. ഇനി വേണമെങ്കിൽ ഇങ്ങനെയും കൂടി പഠിച്ചോ. DNA-ക്ക് സെൽഫ് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും, RNA-ക്ക് സെൽഫ് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അടുത്ത ഡിഫറൻസ്, DNA-ക്ക് സെൽഫ് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും, RNA-ക്ക് സെൽഫ് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. DNA-യുടെ ഫംഗ്ഷൻ RNA ഉണ്ടാക്കലാണ്, RNA-യുടെ ഫംഗ്ഷൻ പ്രോട്ടീനിനെ ഉണ്ടാക്കലാണ്. അതുകൂടി വേണമെങ്കിൽ അടുത്തൊരു പോയിന്റ് ആക്കിയിട്ട് നോട്ട് ചെയ്ത് വെച്ചോ. ചിലപ്പോൾ ഡിഫറൻസ് ഏതാണെന്ന് ചോദിക്കാതെ ഫംഗ്ഷൻ തന്നിട്ട് ആളെ ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞാലും നമുക്ക് മനസ്സിലാവണമല്ലോ. DNA-യുടെ ഫംഗ്ഷൻ എന്താണ്? RNA സിന്തസിസ്. RNA-യുടെ ഫംഗ്ഷൻ എന്താണ്? പ്രോട്ടീൻ സിന്തസിസ്. ഡീലാണല്ലോ കുഞ്ഞെ. നെക്സ്റ്റ്, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ന്യൂക്ലിയോസൈഡ് ആൻഡ് ന്യൂക്ലിയോടൈഡ്. ന്യൂക്ലിയോസൈഡ് ആണെങ്കിലും ന്യൂക്ലിയോടൈഡ് ആണെങ്കിലും പ്രോട്ടീനിനെ ഉണ്ടാക്കുന്ന പരിപാടിയാണ്. ഒരു പ്രോട്ടീനിൻ്റെ മോണോമറാണ് ന്യൂക്ലിയോടൈഡ്. മോണോമർ ഓഫ് പ്രോട്ടീൻ, ശരിയല്ലേ? ഒരു പ്രോട്ടീനിനെ ഉണ്ടാക്കിയിരിക്കുന്ന ആളാണ് ന്യൂക്ലിയോടൈഡ്. അപ്പോൾ ഒരു ന്യൂക്ലിയോടൈഡിൽ എന്തൊക്കെയുണ്ട് ഞാനിവിടെ എഴുതുന്നുണ്ട്. ഒരു ന്യൂക്ലിയോടൈഡിൽ 3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത്, അതിലൊരു ഷുഗർ വേണം. എന്ത് വേണം? ഷുഗർ വേണം. രണ്ടാമത്തത്, അതിലൊരു നൈട്രോജിനസ് ബേസ് വേണം. മൂന്നാമത്തെ കമ്പോണൻറ്റ്, അതിലൊരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വേണം. ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വരുന്നതിന് മുമ്പുള്ള ഈ 2 ആളുകളുണ്ടല്ലോ, ആ 2 എണ്ണം മാത്രം കൂടിച്ചേരുന്ന അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോസൈഡ്. അപ്പോൾ എന്താണ് ന്യൂക്ലിയോടൈഡും ന്യൂക്ലിയോസൈഡും തമ്മിലുള്ള ഡിഫറൻസ്? ന്യൂക്ലിയോടൈഡിൽ 3 കമ്പോണൻ്റ് ഉണ്ട്, ന്യൂക്ലിയോസൈഡിൽ 2 കമ്പോണൻ്റേ ഉള്ളൂ. വായിച്ചു നോക്കാം. മെയിൻ ഡിഫറൻസ് ലൈസ് ഇൻ ദയർ മോളിക്കുലർ കോമ്പോസിഷൻ. ശരിയല്ലേ? എന്ത് വെച്ചിട്ടാണ് അത് ഉണ്ടാക്കിയത് എന്ന കോമ്പോസിഷനിലാണ് ഡിഫറൻസ്. ന്യൂക്ലിയോസൈഡ്സ് കണ്ടെയ്ൻ ഓൺലി ഷുഗർ ആൻഡ് ബേസ്. ഷുഗറും ബേസും മാത്രമേ ഉള്ളൂ ആദ്യത്തെ 2 എണ്ണം. പക്ഷേ ന്യൂക്ലിയോടൈഡ് ആണെങ്കിലോ ഷുഗറും ഉണ്ട്, ബേസും ഉണ്ട്, ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ഉണ്ട്. സിമ്പിൾ പരിപാടി. നെക്സ്റ്റ്, ഡിസ്ക്രൈബ് പ്രൈമറി ആൻഡ് സെക്കൻഡറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ. മക്കളെ അറിയാത്തവർ പഠിച്ചു വെച്ചോ. പ്രോട്ടീന് 4 സ്ട്രക്ചറുണ്ട്. അതിലേറ്റവും പ്രധാനിയാണ് ആദ്യത്തവൻ പ്രൈമറി സ്ട്രക്ചർ. ആരടാ? പ്രൈമറി സ്ട്രക്ചർ. ഈ പ്രൈമറി സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു പ്രോട്ടീനിനെ ഒരു നൂല് നീട്ടി വലിച്ച പോലെ നമ്മൾ ഇങ്ങോട്ട് മനസ്സിൽ വിചാരിക്കുക. എന്നിട്ട് ആ പ്രോട്ടീനിലുള്ള ഓരോ അമിനോ ആസിഡുകളുടെയും സീക്വൻസിനെ നമ്മൾ മനസ്സിലാക്കുകയാണ്. ആദ്യത്തെ അമിനോ ആസിഡ് ആരാ, അടുത്ത അമിനോ ആസിഡ് ആരാ, അടുത്ത അമിനോ ആസിഡ് ആരാ എന്നിങ്ങനെ മനസ്സിലാക്കുന്ന ആ സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൈമറി സ്ട്രക്ചർ. അപ്പോൾ പ്രൈമറി സ്ട്രക്ചർ നമുക്ക് എന്ത് തരുന്നു? സീക്വൻസ് ഓഫ് അമിനോ ആസിഡ്സ് ഇൻ എ പ്രോട്ടീൻ. ഒരു പ്രോട്ടീനിലെ അമിനോ ആസിഡുകളുടെ സീക്വൻസിനെ കുറിച്ച് മനസ്സിലാക്കി തരുന്നവനാണ് ആരെന്നു പറ? പ്രോട്ടീൻ എന്നാണ് കവി ഉദ്ദേശിച്ചത്. പ്രൈമറി സ്ട്രക്ചർ. അപ്പോൾ എന്താ സെക്കൻഡറി സ്ട്രക്ചർ? ഈ നൂല് പോലെ നീട്ടി വലിച്ചിരിക്കുന്ന സാധനം ഞാൻ അടിയിൽ നിന്ന് അങ്ങോട്ട് വിട്ടാലേ ഈ നൂല് ഇങ്ങനെ കോയിൽ ചെയ്ത് നിൽക്കില്ലേടാ. അപ്പോൾ ആ നീണ്ടു കിടക്കുന്ന പ്രോട്ടീൻ ഒന്ന് കോയിൽ ചെയ്ത് നിൽക്കുന്ന അവസ്ഥയെ ഞങ്ങൾ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി സ്ട്രക്ചർ. എന്താ കുഞ്ഞെ പറ? സെക്കൻഡറി സ്ട്രക്ചർ. ഈ സെക്കൻഡറി സ്ട്രക്ചർ 2 വിധമുണ്ട്. ഒന്നാമൻ്റെ പേരാണ് ഇങ്ങനെ വരയ്ക്കുക. ദിസ് ഈസ് കോൾഡ് ആൽഫ ഹെലിക്സ്. എന്താ പേനെ? ആൽഫ ഹെലിക്സ്. രണ്ടാമൻ ദിങ്ങനെ വരയ്ക്കുക. ഇവൻ്റെ പേരാണ് ബീറ്റ പ്ലീറ്റഡ് ഷീറ്റ്. എന്താടാ? ബീറ്റ പ്ലീറ്റഡ് ഷീറ്റ്. അപ്പോൾ സെക്കൻഡറി സ്ട്രക്ചർ വരയ്ക്കാൻ പറഞ്ഞാൽ ഇങ്ങനെ ഓർത്ത് വെക്കുക. ഇറ്റ് ഈസ് ഡ്യൂ ടു ഫോൾഡിങ് ഓഫ് പെപ്റ്റൈഡ് ചെയിൻ. പെപ്റ്റൈഡ് ചെയിൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല കേട്ടോ, നീണ്ടു നിവർന്ന് കിടക്കുന്ന ആ ചെയിനിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പെപ്റ്റൈഡ് ചെയിൻ. അതിൻ്റെ ഫോൾഡിങ് കാരണമാണ് സെക്കൻഡറി സ്ട്രക്ചർ ഉണ്ടാകുന്നത്.
സെക്കൻഡറി സ്ട്രക്ചർ രണ്ട് വിധമുണ്ട്, ആൽഫ ഹെലിക്സ് ഉണ്ട്, ബീറ്റ പ്ലീറ്റഡ് ഷീറ്റും ഉണ്ട്. എന്താണ് ഡ്യൂ ടു ഇതാ കേട്ടോട്ടാ, ഈ ഫോൾഡിങ് നടന്നു എന്ന് പറഞ്ഞല്ലോ. എന്താണ് ആ ഫോൾഡിങ് നടക്കാനുള്ള കാരണം? ഇങ്ങനെ വട്ടത്തിൽ നിൽക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ സിഗ്സാഗായിട്ട് നിൽക്കണമെങ്കിൽ ഈ അറ്റവും ഈ അറ്റവും തമ്മിൽ എന്തോ ഒരു അട്രാക്ഷൻ ഉണ്ടല്ലോ. ആ അട്രാക്ഷൻ എന്താണ്? ഡ്യൂ ടു ഹൈഡ്രജൻ ബോണ്ടിങ്. പഠിച്ചോളേ, ഏതാണ് ഇന്റർമോളിക്കുലാർ ഫോഴ്സ് വിച്ച് സ്റ്റെബിലൈസ് ദി സെക്കൻഡറി സ്ട്രക്ചർ എന്ന് ചോദിച്ചാൽ മനസ്സിൽ വരണം ഏതാണ്? ഹൈഡ്രജൻ ബോണ്ടിങ്. സെക്കൻഡറി സ്ട്രക്ചറിനെ സ്റ്റെബിലൈസ് ചെയ്യുന്ന ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ഏത്? മറക്കരുത്, ഹൈഡ്രജൻ ബോണ്ടിങ്. കിട്ടിയില്ല മുന്നേ? വാട്ട് ആർ നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ് ആൻഡ് എസെൻഷ്യൽ അമിനോ ആസിഡ്? എടാ, അമിനോ ആസിഡുകൾ 20 എണ്ണം ഉണ്ട്. അതിൽ 10 എണ്ണം നിർബന്ധമായും നമ്മുടെ ബോഡിയിലേക്ക് നമ്മൾ ഡയറ്റിലൂടെ കൊടുക്കേണ്ടതുണ്ട്, ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതുണ്ട്. ബാക്കി 10 എണ്ണം നമ്മൾ ഫുഡിൽ കൂടെ കൊടുക്കേണ്ടതില്ല, ശരീരത്തിന് അത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ നിർബന്ധമായും ഫുഡിലൂടെ അകത്തേക്ക് എടുക്കേണ്ട അമിനോ ആസിഡുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എസെൻഷ്യൽ അമിനോ ആസിഡ്. അപ്പോൾ എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് പറഞ്ഞാൽ എസെൻഷ്യലി നമ്മുടെ ഡയറ്റിൽ അത് ഉണ്ടായിരിക്കണം എന്നാണ്. നോൺ എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡയറ്റിൽ ഉണ്ടാവേണ്ടതില്ല, ബിക്കോസ് ദി ബോഡി ക്യാൻ സിന്തസിസ് ദോസ് ടൈപ്പ് ഓഫ് അമിനോ ആസിഡ്സ്. അപ്പോൾ അമിനോ ആസിഡ്സിനെ ബോഡി ക്യാൻ സിന്തസൈസ്, ബോഡി കനോട്ട് സിന്തസൈസ് എന്ന ഒരു ക്രൈറ്റീരിയൻ വെച്ച് ഞാൻ രണ്ടായിട്ട് തരംതിരിക്കുന്നു. അവൻ്റെ പേരാണ് എസെൻഷ്യൽ അമിനോ ആസിഡും നോൺ എസെൻഷ്യൽ അമിനോ ആസിഡും. ദി അമിനോ ആസിഡ് വിച്ച് ക്യാൻ ബി സിന്തസൈസ്ഡ് ഇൻ ദി ബോഡി, ബോഡിയിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ പിന്നെ നമ്മൾ പുറത്തുനിന്ന് കഴിക്കേണ്ടതുണ്ടോ? ഇല്ലല്ലോ. അതിനെ വിളിക്കുന്ന പേരാണ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്. സിമ്പിൾ അല്ലേ? ദി അമിനോ ആസിഡ് വിച്ച് കനോട്ട് ബി സിന്തസൈസ്ഡ് ഇൻ ബോഡി, ബോഡിയിൽ അത് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മസ്റ്റ് ബി ഒബ്റ്റൈൻഡ് ത്രൂ ഡയറ്റ്, ഫുഡിലൂടെ കൊടുത്തുകൊണ്ടേയിരിക്കണം, നിർബന്ധമായും ഫുഡിലൂടെ കൊടുക്കണം. എസെൻഷ്യൽ അമിനോ ആസിഡ്, അങ്ങനത്തെ അവനെ വിളിക്കുന്ന പേരാണ് എസെൻഷ്യൽ അമിനോ ആസിഡ്. പഠിച്ചല്ലോ. വിച്ച് ഈസ് ദി പോളിസാക്കറൈഡ് യൂസ്ഡ് ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് ഗ്ലൂക്കോസ്? എടാ, ഗ്ലൂക്കോസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പോളിസാക്കറൈഡ് ഏതാണെന്ന് ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ ഞാൻ നിങ്ങൾക്ക് പോളിസാക്കറൈഡ് 3 എണ്ണം പറഞ്ഞു തന്നു. ഒന്നാരാ? സ്റ്റാർച്ച്, ഗ്ലൈക്കോജൻ, സെല്ലുലോസ്. ഇതിൽ സ്റ്റാർച്ചിനെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? സ്റ്റാർച്ചിനെ ഡയറക്റ്റ് ഗ്ലൂക്കോസ് ആക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന ഒരു കൊമേഴ്ഷ്യൽ മെത്തേഡാണ്. അപ്പോൾ സ്റ്റാർച്ചിൻ്റെ ഫോർമുല പഠിച്ചോളണേ. C6H10O5 ആണ് സ്റ്റാർച്ചിൻ്റെ ഫോർമുല, N ടൈംസ്. ഇതിലേക്ക് ഇഷ്ടം പോലെ വെള്ളം ഒഴിക്കുക, വാട്ടർ ഒഴിക്കുക. അതാണല്ലോ ഹൈഡ്രോളിസിസ്. ടെമ്പറേച്ചറൊക്കെ NCERT പറഞ്ഞിട്ടുണ്ട്, നമ്മളതൊന്നും ശ്രദ്ധിക്കേണ്ടതില്ല. N ടൈംസ് C6H12O6 കിട്ടും. ഇവൻ്റെ പേരാണ് ഗ്ലൂക്കോസ്. പഠിച്ചില്ലേ? എന്ത് കിട്ടൂടാ? ഗ്ലൂക്കോസ് കിട്ടും. അപ്പോൾ ഗ്ലൂക്കോസിനെ ഉണ്ടാക്കാൻ, ഇത് 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ആൻസറായിട്ട് നീ സ്റ്റാർച്ച് എന്ന് എഴുതി വെച്ചാൽ തന്നെ ഇതിൻ്റെ ആൻസർ കിട്ടി, 1 മാർക്ക് കിട്ടി. ഇനിയിപ്പോൾ 2 മാർക്കിന് ചോദിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ 1 മാർക്കിന് ചോദിച്ചാൽ തന്നെ ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എഴുതി വെക്കണമെന്ന് തോന്നിയാലോ ഈ റിയാക്ഷൻ കൂടി എഴുതി വെച്ചാൽ പെർഫെക്റ്റ് പരിപാടി തീരും. വാട്ട് ഈസ് ഇൻവേർട്ട് ഷുഗർ? എഴുതിയത് നോക്കണ്ട പ്ലീസ്. നോക്കണ്ട എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടിയും കണ്ണും തല എടുത്ത് അങ്ങോട്ട് നോക്കുന്നു, എനിക്കറിയാം. എടാ, സൂക്രോസ് എന്ന് പറയുന്ന ഒരാളില്ലേ, ഉണ്ടെങ്കിൽ സമ്മതിക്ക്. സൂക്രോസ് എന്ന് പറയുന്ന ആൾ, ഈ സൂക്രോസിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ, ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ, ഇൻ പ്രസൻസ് ഓഫ് ഇൻവെർട്ടേസ് എന്ന് പറയുന്ന ഒരു എൻസൈം വേണം. ഇൻവെർട്ടേസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ പ്രസൻസിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്താണ് കിട്ടുക? സൂക്രോസിലേക്ക് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഗ്ലൂക്കോസ് കിട്ടും. എന്താണ് കിട്ടുക? ഗ്ലൂക്കോസ് കിട്ടും, പ്ലസ് ഫ്രക്ടോസും കിട്ടും. പഠിച്ചില്ലേ? ഈ ഗ്ലൂക്കോസിനെ കുറിച്ച് ഞാനൊരു അസംബന്ധം പറയുകയാണേ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടോളണേ. ഗ്ലൂക്കോസ് ഡെക്സ്ട്രോ റൊട്ടേറ്ററിയാണ്. അപ്പോൾ എന്താണ് ഡെക്സ്ട്രോ റൊട്ടേഷൻ, എന്താണ് ലീവോ റൊട്ടേഷൻ എന്നൊക്കെ നിങ്ങൾ ഓപ്റ്റിക്കൽ ഐസോമറിസത്തിൽ പഠിച്ചിട്ടുണ്ടാകും. ഒരു പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ വലത്തോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നവനാണ് ഡെക്സ്ട്രോ. ഈ റിയാക്ഷൻ നടന്നിട്ട് കിട്ടുന്ന ഈ പ്രൊഡക്റ്റിൻ്റെ മിക്സ്ചർ ഇല്ലടാ, ഈ മിക്സ്ചർ മൊത്തത്തിൽ ലീവോ റൊട്ടേറ്ററിയാണ്. മൊത്തത്തിൽ അതെന്താണ്? ലീവോ റൊട്ടേറ്ററിയാണ്. അപ്പോൾ അത് ഒരാൾ റിയാക്റ്റൻ്റ് എന്ന് പറഞ്ഞ ഇയാളാ ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആണെങ്കിൽ കിട്ടിയ പ്രൊഡക്റ്റ് ലീവോ റൊട്ടേറ്ററിയാണ്. അപ്പോൾ റിയാക്ഷൻ നടന്ന് കഴിയുമ്പോഴേക്കും ഡെക്സ്ട്രോയിലേക്ക് തിരിഞ്ഞിരുന്ന പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ലീവോ ആയിട്ട് മാറിയിട്ടുണ്ടാവും എന്നല്ലേ അതിനർത്ഥം. ദാറ്റ് ഈസ് വൈ ദിസ് പ്രൊഡക്റ്റ് ഈസ് നോൺ ആസ് ഇൻവേർട്ട് ഷുഗർ. ഇതിനെ വിളിക്കുന്ന പേരാണ് ഇൻവേർട്ട് ഷുഗർ. ഇതാ കേട്ടോ, ഹൈഡ്രോളിസിസ് ഓഫ് സുക്രോസ് ബ്രിങ് അബൌട്ട് എ ചേഞ്ച് ഇൻ ദി സൈൻ ഓഫ് റൊട്ടേഷൻ. റൊട്ടേഷൻ്റെ സൈനിൽ ഡിഫറൻസ് ഉണ്ടാക്കും. എവിടുന്ന് എങ്ങോട്ട്? ഫ്രം ഡെക്സ്ട്രോ ടു ലീവോ. ഡെക്സ്ട്രോയെ നമ്മൾ പ്ലസും ലീവോയെ നമ്മൾ മൈനസും ആയിട്ടാണ് എടുക്കുക. ആൻഡ് ദെയർ പ്രൊഡക്റ്റ് ഈസ് നെയിംഡ് ആസ് ഇൻവേർട്ട് ഷുഗർ. ഈ പ്രൊഡക്റ്റിനെ അങ്ങനെ ഇൻവേർഷൻ നടന്നിട്ട് കിട്ടുന്ന പ്രൊഡക്റ്റ് ആയതുകൊണ്ടാണ് ദിസ് പ്രൊഡക്റ്റ് ഈസ് നോൺ ആസ് ഇൻവേർട്ട് ഷുഗർ എന്നാണ് പേര്. റൈറ്റ് ദി നെയിം ഓഫ് ലിങ്കേജസ് ആൻഡ് മോണോമറിക് യൂണിറ്റ്സ് ഇൻ ദി ഫോളോയിങ് ക്ലാസ് ഓഫ് ബയോമോളിക്യൂൾ.
3 ബയോമോളിക്യൂളുകളെ കുറിച്ചാണല്ലോ നമുക്ക് പഠിക്കാനുള്ളത്. അതിലുള്ള ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ആരാണ്, അതുപോലെ അതിൻ്റെ ഇടയിലുള്ള ലിങ്കേജുകൾ ഏതാണ്, ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് അല്ല, ഇടയിലുണ്ടായ ലിങ്കേജുകൾ ഏതാണ്, മോണോമറുകൾ ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഞാനിതാ വീഡിയോയിൽ അതിൻ്റെ ആൻസർ കാണിച്ച് ഒരു 5 സെക്കൻഡ് ഞാൻ മൗനം പാലിക്കാം. വീഡിയോ പോസ് ചെയ്യുക, എല്ലാവരും വൃത്തിക്ക് വായിച്ചു നോക്കുക. പരിചയക്കുറവ് തോന്നുന്നുണ്ടെങ്കിൽ നോട്ടിൽ എഴുതി വെക്കുക. എനിക്ക് റോളില്ല, വീഡിയോ കണ്ടിന്യൂ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പണി തീർന്നിരിക്കണം. എടാ, ഒന്നാമൻ സ്റ്റാർച്ചാണ്. സ്റ്റാർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ ഇടയിലുള്ള ലിങ്കേജ്, ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. ഒന്നും പറയാനില്ല, ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് കാണാൻ പഠിക്കേണ്ട ആളാണ്. സ്റ്റാർച്ചിൻ്റെ മോണോമർ ആൽഫ ഗ്ലൂക്കോസ് ആണ്. പ്രോട്ടീനിലെ ഗ്ലൈക്കോസിഡിക് ലിങ്കേജിനെ പെപ്റ്റൈഡ് ലിങ്കേജ് എന്ന് പറയും. അതിൻ്റെ മോണോമർ അമിനോ ആസിഡാണ്, എല്ലാവർക്കും അറിയാം. ന്യൂക്ലിക് ആസിഡിലെ ഫോസ്ഫോ ഡൈ എസ്റ്റർ ലിങ്കേജ് എന്നാണ് അതിൻ്റെ ലിങ്കേജിൻ്റെ പേര്. ഫോസ്ഫോ ഡൈ എസ്റ്റർ ബോണ്ട്. ന്യൂക്ലിയോടൈഡാണ് അതിൻ്റെ മോണോമർ എന്ന് നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞു. നെക്സ്റ്റ് നോക്കിക്കേടാ, മാച്ച് ദി ഫോളോയിങ് സ്ട്രക്ചേഴ്സ് ഓഫ് പ്രോട്ടീൻ ഇൻ കോളം 1 വിത്ത് ദി ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഇൻ കോളം 2. കോളം 1 ആളുകളെ 2 കണക്ട് ചെയ്ത് വരക്കാൻ. കുഞ്ഞുമോനെ ഇവിടെ നോക്കിക്കേ, പ്രൈമറി സ്ട്രക്ചർ ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇറ്റ് ഗീവ്സ് ദി സീക്വൻസ് ഓഫ് അമിനോ ആസിഡ്. അപ്പോൾ ഒന്നാമത്തെ ആളുടെ നേരെ എനിക്ക് ഡി കൊടുക്കാം. ഞാനിതിങ്ങനെ വരച്ചാലമ്പാക്കണില്ല, നിങ്ങളിങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. പ്രൈമറി സ്ട്രക്ചർ ഡിയുമായിട്ടാണ് കണക്ഷൻ. സെക്കൻഡറി സ്ട്രക്ചർ ഫോൾഡിംഗ് അല്ലേടാ, സെക്കൻഡറി സ്ട്രക്ചർ ഫോൾഡിംഗ് അല്ലേ, അവിടെ കിടക്കുന്നുണ്ട്. ഫോൾഡിംഗ് ഓഫ് പെപ്റ്റൈഡ് ചെയിൻ. ഞാൻ നേരത്തെ എഴുതി തന്ന സെയിം സെൻറ്റൻസ്. ഇപ്പോൾ സെക്കൻഡറി സ്ട്രക്ചർ സിയിലേക്ക് കണക്ട് ചെയ്യാം. ടേർഷറി സ്ട്രക്ചർ ആയിട്ടാണ് ഞാൻ നേരത്തെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന. ടേർഷറി സ്ട്രക്ചറിലാണ് ഫൈബ്രസ് ആൻഡ് ഗ്ലോബുലാർ പ്രോട്ടീനിൻ്റെ ഡിഫറൻസ് ഞാൻ നേരത്തെ പഠിപ്പിച്ചു തന്നില്ലേ. ഈ ഫൈബ്രസ് പ്രോട്ടീനും ഗ്ലോബുലാർ പ്രോട്ടീനും ഒരു ടേർഷറി സ്ട്രക്ചറിന് എക്സാമ്പിളാണ്. ചിന്തിക്കുക, എന്താണ് മോനെ? ടേർഷറി സ്ട്രക്ചറിന് എക്സാമ്പിളാണ്. അപ്പോൾ ടേർഷറി സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്താ പറയാൻ പറ്റുക? ഫൈബ്രസ് എന്നാണ്, ഫൈബ്രസ് ഓർ ഗ്ലോബുലാർ നേച്ചർ, ഈ എന്നതിലേക്ക് കണക്ട് ചെയ്യാം. ലാസ്റ്റ് വൺ ക്വാട്ടർണറി സ്ട്രക്ചറാണ്. അപ്പോൾ 4 ടൈപ്പ് സ്ട്രക്ചർ ഉണ്ട്. ഒന്ന് ഏതാണ്? പ്രൈമറി സ്ട്രക്ചർ, മറ്റൊന്ന് സെക്കൻഡറി സ്ട്രക്ചർ, മറ്റൊന്ന് ടേർഷറി സ്ട്രക്ചർ. ടേർഷറി സ്ട്രക്ചർ ആകുമ്പോൾ 2 വിധമുണ്ട്, ഗ്ലോബുലാർ പ്രോട്ടീൻ. ഇനി ഒന്നിലധികം ടേർഷറി സ്ട്രക്ചറുകൾ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ, ഒരു ടേർഷറി സ്ട്രക്ചർ, അടുത്ത ടേർഷറി സ്ട്രക്ചർ, അടുത്ത ടേർഷറി സ്ട്രക്ചർ, ഒന്നിലധികം ടേർഷറി സ്ട്രക്ചറുകൾ വന്ന് നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്വാട്ടർണറി സ്ട്രക്ചർ. എങ്ങനെ നിൽക്കുന്നത് എന്ന ആ സ്പേസിലുള്ള അറേഞ്ച്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് ക്വാട്ടർണറി സ്ട്രക്ചർ. അപ്പോൾ ക്വാട്ടർണറി സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ട് സ്പേഷ്യൽ അറേഞ്ച്മെന്റ് എന്ന് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയാൽ, സ്പേഷ്യൽ അറേഞ്ച്മെന്റ് ഓഫ് പോളിപെപ്റ്റൈഡ് സബ് യൂണിറ്റ്സ്, ഓപ്ഷൻ എ. കൃത്യമായിട്ട് നമുക്ക് അതിനെ കണക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അടുത്തത് 2 പ്രധാനപ്പെട്ട റിയാക്ഷൻസ് ആണ്. ഗ്ലൂക്കോസ് കാണിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കുറച്ച് റിയാക്ഷൻസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതിലൊന്നാമത്തെ റിയാക്ഷനാണ് ഗ്ലൂക്കോസ് വിത്ത് HI. രണ്ടാമത്തതാണ് ഗ്ലൂക്കോസ് വിത്ത് ബ്രോമിൻ വാട്ടർ. പഠിച്ചോളെ മോനെ, ഗ്ലൂക്കോസ് വിത്ത് HI എന്ന് പറഞ്ഞാൽ നല്ലൊരു റെഡ്യൂസിങ് ഏജൻ്റ് ആണ്. ഗ്ലൂക്കോസിൽ 6 കാർബണില്ലടാ. അപ്പോൾ 6 കാർബണും റിഡക്ഷൻ നടന്നിട്ട് CH3 സിംഗിൾ ബോണ്ട് CH2 4 ടൈംസ് CH3 അഥവാ ഹെക്സൈന് കിട്ടും. എല്ലാ കാർബണിനും റിഡക്ഷൻ നടക്കും. റിഡക്ഷൻ നടന്നിട്ട് ഹൈഡ്രോ കാർബണായിട്ട് മാറും. 6 കാർബണുള്ള ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞാൽ അതാരാണെന്ന് പറ? ഹെക്സൈനാണ്. അപ്പോൾ ഗ്ലൂക്കോസും HIയുമായിട്ടുള്ള റിയാക്ഷൻ മറക്കരുത്, ഹെക്സൈന് കിട്ടും. ഗ്ലൂക്കോസും ബ്രോമിൻ വാട്ടർ. അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് എന്ത് പഠിപ്പിച്ചിരുന്നറിയോ? ഗ്ലൂക്കോസും C6H12O6ഉം കോൺസെൻട്രേറ്റഡ് HNO3യും തമ്മിലുള്ള റിയാക്ഷനും കൂടി ഇവിടെ ഒന്ന് ഞാൻ ഓർമ്മിപ്പിക്കും. സിമ്പിളാണ്. ബ്രോമിൻ വാട്ടറുമായിട്ടുള്ള റിയാക്ഷൻ ഇങ്ങനെയാണ്. ആദ്യം ഒരു COOH, എന്നിട്ട് CH2OH, CH2OH അല്ല CHOH, CH2OH അല്ല മോനെ, CHOH. എത്ര വട്ടം എന്നറിയോ? CHOH 4 ടൈംസ്, CHOH 4 ടൈംസ്, താഴെ CH2OH. ഒന്ന് ഹൃദയത്തിലായിക്കടാ. ആരാണ് റിയേജൻറ്റ്? ബ്രോമിൻ വാട്ടർ ആണ്. പക്ഷെ കോൺസെൻട്രേറ്റഡ് HNO3 ആണെങ്കിലുള്ള പ്രൊഡക്റ്റ് ശ്രദ്ധിച്ചോളണേ. മുകളിൽ COH, താഴെ CHOH 4 ടൈംസ് എന്നതൊക്കെ കറക്റ്റ് തന്നെ. പക്ഷെ ഏറ്റവും ലാസ്റ്റും COOH ആയിരിക്കും. ഇതാണ് 2 ഡിഫറെൻറ്റ് പ്രൊഡക്റ്റ്. രണ്ടിലൊരു സിമിലാരിറ്റി ഇല്ലേ? അതുകൊണ്ട് ഇന്ന് ഞാനിത് പഠിപ്പിച്ചിട്ട് നാളെ പരീക്ഷയ്ക്ക് ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മാത്രമേ ഓർമ്മയുള്ളൂ എന്നുള്ളതിലേക്ക് അത് എഴുതി വെച്ചാൽ നിൻ്റെ കിട്ടാനുള്ള മാർക്കല്ലേടാ പോണത്. ബ്രോമിൻ വാട്ടർ ഉപയോഗിച്ചാൽ ഒരു COH, കോൺസെൻട്രേറ്റഡ് HNO3 എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഓക്സിഡൈസിങ് ഏജൻറ്റാണ്. അപ്പോൾ 2 COH, രണ്ടിനും 2 പേരാ. ഒന്നാമത്തെ പ്രൊഡക്റ്റിൻ്റെ പേരെന്താ അറിയോ നിങ്ങൾക്ക്? ഇവൻ്റെ പേരാണടാ ഗ്ലൂക്കോണിക് ആസിഡ്. എന്താ കുഞ്ഞെ? ഗ്ലൂക്കോണിക് ആസിഡ് എന്നാണ് ഇവൻ്റെ പേര്. ഇവൻ്റെ പേര് ഗ്ലൂക്കാറിക് ആസിഡ് എന്നാണ്.
എന്താണ് കുഞ്ഞ്? ഗ്ലൂക്കാറിക് ആസിഡ്. അപ്പോൾ ഒന്നാമൻ്റെ പേര് ഗ്ലൂക്കോണിക് ആസിഡ്. നിങ്ങൾ ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെക്ക്. എന്നിട്ട് രണ്ടാമത്തതിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ഓർത്ത് വെക്ക്. രണ്ടും കാണാതെ പഠിച്ചാൽ വീണ്ടും കൺഫ്യൂഷൻ ആവാൻ പാടില്ല. COOHൻ്റെ എണ്ണം 1 ഉള്ളൂ. എവിടെ? ബ്രോമിൻ വാട്ടർ ആണെങ്കിൽ കിട്ടുന്ന പ്രൊഡക്റ്റ് ഗ്ലൂക്കോണിക് ആസിഡാണ്. HNO3 ആണെങ്കിൽ 2 COOH ഉണ്ടെങ്കിലും ഗ്ലൂക്കോണിക് ആസിഡിന് പകരം ഗ്ലൂക്കാറിക് ആസിഡ് ആണെന്നും ഓർത്ത് വെക്കുക. അത് പിന്നെയും പലതവണ പറഞ്ഞു പഠിക്കരുത്. ഡീലാണല്ലോ? താങ്ക് യു. ഇതോടുകൂടെ +2 കെമിസ്ട്രിയിലെ എല്ലാ ചാപ്റ്ററുകളുടെയും ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഭംഗിയായിട്ട് പരീക്ഷ എഴുതുക. ബാക്കി പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെ വിവരം അറിയിക്കാൻ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. പരീക്ഷ സിമ്പിളായിരിക്കുമെന്ന് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് തരികയാണ്. മുന്നറിയിപ്പ് തരാമെന്ന് അതിനെ പ്രയോഗിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ സിമ്പിളായിരിക്കും. അതുകൊണ്ട് ടെൻഷനാവരുത് എന്നുള്ള മുന്നറിയിപ്പ്. സിമ്പിളായിട്ട് പരീക്ഷ എഴുതാം. ഞങ്ങളുണ്ട് കൂടെ. ബാക്കി നേരിട്ട് സംസാരിക്കാം. പിന്നീട് കാണാം. താങ്ക് യു.